ഹലോ, 36 ഇഞ്ച് ഹിപ്പ് സൈസുള്ളൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ് നമ്മളിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. നല്ല കംഫർട്ടായൊരു സ്ട്രെയിറ്റ് പാൻറ്റിങ്ങിൻ്റെ കട്ടിങ്സിലേക്ക് കിടക്കാം നമുക്ക്. ഇത് ഇലാസ്റ്റിക് വെച്ചാണ് ഞാനിന്ന് തയ്ക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് തന്നെയാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ അടയാളപ്പെടുത്താം. ആ വരയിൽ നിന്ന് താഴേക്ക് പാൻറ്റിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്താം. എനിക്കിപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 35 വേണ്ടത്. ഞാൻ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റ് വരച്ചതിൽ നിന്ന് 35 താഴേക്ക് അടയാളപ്പെടുത്തി അവിടെ താഴേൽ വരച്ചിട്ടുണ്ട്. 36 ഹിപ്പ് സൈസ്. അതിനോടുകൂടി 10 ഇഞ്ച് ലൂസ് കൊടുക്കണം. അപ്പോൾ 46, 46ൻ്റെ 4/1 11.5 കിട്ടും. അതിനോടുകൂടി ഞാനൊരു എക്സ്ട്രാ ഒന്നും കൂടി ആഡ് ചെയ്ത്, കാരണം നമുക്ക് സൈഡിൽ സ്ലിറ്റ് ഇല്ലെങ്കിലും നമ്മൾ അവിടെ ഒന്ന് പൊളിച്ച് അവിടെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും തയ്യൽ വന്നുകൊണ്ട് നമുക്കൊരു പിടുത്തമൊന്നും വരരുത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡിൽ സ്ലിറ്റൊന്നും ഇടണില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് അളവ് തന്നെ എടുത്താൽ മതി. നമുക്ക് എത്രയാണോ ഹിപ്പ് സൈസ് അത് തന്നെ താഴേക്ക് ഡൗൺ ചെയ്ത് വരച്ചാൽ മതി. അത് കറക്റ്റായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ. 15 ഒന്നും വേണ്ട. നമുക്ക് ക്രോച്ച് ഞാൻ 2.5 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. കൈക്കുഴി വരയ്ക്കണ പോലെ അധികം അങ്ങോട്ട് ഷേപ്പ് ചെയ്യേണ്ട. ഇതുപോലൊന്ന് വരച്ചിട്ട് താഴേൽ അടിവണ്ണം നമുക്ക് അടയാളപ്പെടുത്താം. ഞാൻ 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനോടുകൂടി 1.5. നമുക്കിനി ക്രോച്ചിലേക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റാണ് ചെയ്യുന്നത്. മുട്ട് വരെയും സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് അവിടെ നിന്ന് ക്രോച്ചിലേക്ക് ഇതുപോലെ നമുക്ക് ചരിച്ച് വരയ്ക്കാം. മുട്ട് വരെയും നമുക്ക് ചരിവ് മതി. അവിടെ നിന്ന് സ്ട്രെയിറ്റായി കൊടുക്കണം. അപ്പം നമുക്ക് ജെൻസിൻ്റെയൊക്കെ പാൻറ്റ് പോലെ തന്നെ നല്ല ഷേപ്പിൽ നിൽക്കും. നിങ്ങളൊന്ന് തയ്ച്ച് നോക്കണം. തുടക്കക്കാർക്ക് ഒരു പേടിയില്ലാണ്ട് തയ്ക്കാം. താഴേക്ക് മടക്കി തയ്ക്കാനായി ഞാൻ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് തുണിക്ക് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മാർക്കിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മാർക്കിങ്സിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. നമ്മൾ ക്രോസ് പീസ് ഒന്നും സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നില്ല. നമ്മൾ ആ തയ്ക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ കയറിപ്പോകുന്ന ആ പ്രശ്നമൊക്കെ നമുക്കൊരു പരിധി വരെയും പരിഹരിക്കാൻ പറ്റും. നമ്മളിങ്ങനെ കാലൊക്കെ ജോയിൻറ്റ് ചെയ്യണ സമയത്തൊക്കെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് കാല് നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന്. നമുക്കങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ ക്രോച്ചിൽ പിടുത്തം വരില്ല. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ ഏങ്കോണിച്ച പോലെ പൊങ്ങി നിൽക്കുകയൊന്നുമില്ല. ഞാനപ്പോൾ 2 നല്ല വശവും കൂടി ഇതുപോലെ ഫേസ് ടു ഫേസ് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നതാണ്. നല്ല വശമാണ് നമ്മൾ ഫേസ് ടു ഫേസ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്കിനി ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ ഡബിൾ സ്റ്റിച്ചല്ല 3 തയ്യലിടുന്നുണ്ട്. കാരണം പാൻറ്റല്ലേ, നമുക്ക് എപ്പോഴും ഒരു ബലത്തിലിരിക്കണം നല്ലതാണ്. കാരണം നമ്മൾ വണ്ടിയിലൊക്കെ ഇങ്ങനെ കാല് പൊക്കി കയറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് പൊട്ടിപ്പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ മെഷീൻ നല്ലൊരു മെഷീൻ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരില്ല. നമുക്കിനി പാൻറ്റ് സ്ട്രെയിറ്റായിട്ട് നമുക്ക് ഇടാം. വേരിയേഷൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ജോയിൻ്റ് ചെയ്ത ക്രോച്ചും താഴ്ഭാഗമൊക്കെ ഇതുപോലെ വേരിയേഷൻസ് ഒന്നും ഇല്ലാണ്ട് പിടിച്ചിട്ട് നമുക്ക് സൈഡിൽ സ്ലിറ്റ് കൊടുക്കുന്നില്ല. അതിന് പകരം നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. അപ്പം നമുക്ക് പാൻറ്റിനൊക്കെ നിൽക്കുന്ന പോലെ നല്ല ഷേപ്പിൽ കിട്ടും. ഇത് നമ്മൾ ജോയിൻ്റ് ചെയ്യണം. ഇപ്പോൾ തയ്ക്കാൻ പോണത് സൈഡ് വശമാണ്. നമ്മൾ ക്രോച്ച് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലാണ് നമ്മൾ ഇതുപോലെ സ്ലിറ്റിന് പകരം നമ്മൾ സിംഗിൾ സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് അതൊന്ന് നല്ല വശം പതിപ്പിച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും.
തുടക്കക്കാരൊക്കെ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോട്ടെ. നമുക്ക് നല്ല അടിപൊളി പാൻറ്റ് കിട്ടും. നമുക്ക് എത്രയാണോ ഹിപ്പ് സൈസ് വന്നത് അതിനോട് കൂടി 10 ഇഞ്ച് ലൂസ് എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് പതിപ്പിച്ച് തയ്ച്ചെടുക്കാൻ പോണേണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാനതൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നതാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമുക്കതൊന്ന് നല്ല വശം ഇതുപോലെ വിരിച്ചിട്ടതിന് ശേഷം നമുക്കതൊന്ന് പതിപ്പിച്ച് തയ്ച്ചെടുക്കാം. അപ്പം നല്ല ഭംഗിയായിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഇത് താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ക്കാൻ പോവുകയാണ്. 4 ഇഞ്ചാണ് ഞാൻ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിരുന്നത്. അതൊന്നും കൂടി തുണിയിലേക്ക് അടയാളപ്പെടുത്തി ഇതുപോലെ ആ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് തുണീനെ മടക്കി വെച്ചിട്ട് നമ്മളിനി സ്റ്റിച്ച് ചെയ്യണേണ്. അത് ഫോൾഡ് ചെയ്തെടുത്ത് അത് നമുക്ക് തയ്ച്ചെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ജാക്ക് 5 ആണ്. ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ ജാക്ക് 5 ആണ്. നല്ല ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ നല്ല അടിപൊളി മെഷീനാണ്. നമുക്ക് വേഗം നല്ല സ്പീഡിൽ വേഗം തയ്ച്ചൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പുറത്തെ കാലും ഇതുപോലെ തന്നെ അടിഭാഗം നമുക്ക് തയ്ച്ചെടുക്കാം. കണ്ട നല്ല ഫിനിഷിങ്ങിൽ ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അടിഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ഈ തയ്ക്കണ സമയത്ത് കാല് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയുന്ന പോലെ നമുക്ക് ക്രോച്ചിൽ പിടുത്തമൊന്നും വരില്ല. നിങ്ങളപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്തോ, ഇതിൽ ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ല. നമുക്ക് എത്രയാണോ നമ്മുടെ ഹിപ്പ് സൈസ് അതിനോട് കൂടി 10 ഇഞ്ച് ആഡ് ചെയ്ത് അതിൽ 4/1 അത് തന്നെയായിരിക്കും നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് വന്നത്. പണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് പാൻസിനൊക്കെ ഓർമ്മയുണ്ടാകും. പാൻറ്റിൻ്റെ ക്രോച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി കിടന്നിട്ട് നമുക്ക് നടക്കുമ്പോഴൊക്കെ ഒരു കംഫർട്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് പിന്നെ അതുപോലെ തന്നെ പെൻസിൽ കട്ട് സിഗരറ്റ് പാൻറ്റൊക്കെ ഇടുമ്പോൾ ക്രോച്ച് കറക്റ്റിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് നടക്കാനും വണ്ടിയിൽ കയറാൻ ബസ്സിൽ കയറാൻ അങ്ങനെയൊക്കെ നല്ല കംഫർട്ടായിരിക്കുള്ളൂ. അത് നമ്മൾ ഈ ക്രോച്ചിൻ്റെ ലെങ്ത്ത് കൂടുതൽ എടുക്കണതുകൊണ്ടാണ്. നമ്മളത് കറക്റ്റൊക്കെ എടുക്കണമെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഞാനിപ്പോൾ പാൻറ്റ് ജോയിൻറ്റ് ചെയ്യണേണ്. താഴേന്ന് അടിവണത്തിൻ്റെ വരെ ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഈ ക്രോച്ചിൻ്റെ വരെ എത്തുമ്പോൾ നമ്മൾ അവിടെ ഇതുപോലെ ചരിച്ച് ഫിനിഷ് ചെയ്തെടുക്കണം. അറ്റത്തേക്ക് നിർത്തരുത്. നമ്മൾ ചിലവർ ഒരു കാല് സ്റ്റാർട്ട് ചെയ്ത് നേരെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ കാലിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുവന്ന് തയ്ച്ചെടുക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ക്രോച്ചിൽ ഒരു പിടുത്തവും പിന്നെ അതുപോലെ തന്നെ ഇട്ട് കഴിയുമ്പോൾ മുകളിലേക്ക് ഏങ്കോണിച്ച പോലെ കയറിയൊക്കെ നിൽക്കുന്നത്. നമ്മളിങ്ങനെ തയ്ച്ചെടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെ പാൻറ്റും അടിഭാഗം ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രോച്ചിൻ്റെ എത്തുമ്പോൾ താഴേക്ക് ഇതുപോലെ ഇത്രയും പോന്നാൽ മതി. അധികം മുന്നോട്ട് പോരരുത്. നമുക്കിങ്ങനെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ തയ്ച്ച് നിർത്താം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കണം.
ഇനി നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ പോണേണ്. 36 ഹിപ്പ് സൈസ്. അതിൽ നമ്മളൊരു 8 ഇഞ്ചോളം കുറയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ ആ അളവാണ് ഇലാസ്റ്റിക്കിന് കൊടുക്കേണ്ടത്. ഞാനപ്പോൾ എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമറിന് ടൈറ്റൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക്കൊക്കെ ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു 8 ഇഞ്ചോളം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്താക്കണത്. നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ പോയിൻറ്റിൽ കൂടി തന്നെ നമുക്ക് ഇതുപോലെ തുണിയെ മടക്കിയെടുത്ത് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമുക്ക് തയ്ച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനും കൂടി എല്ലാവരും എനേബിൾ ചെയ്തിടണം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേഗം കാണാനൊക്കെ സാധിക്കും. നമ്മൾ തയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് 2 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണമെങ്കിൽ മടക്കി തയ്ച്ച് വരുമ്പോൾ ഒരു പിരിഞ്ഞ് പോവലൊന്നും ഉണ്ടാവില്ല. ഞാനപ്പോൾ അത് എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ തയ്ച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ്. നമുക്ക് അതിൽ കൂടി ഇലാസ്റ്റിക് കോർത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. തുടക്കക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ സ്പീഡിലിടാണ്ട് സ്ലോവിൽ കാണിക്കുന്നത്. നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ഒരു 14 മിനിറ്റേ ഉള്ളൂ. നമ്മൾ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ ആദ്യമായി തയ്ക്കാൻ വരുന്നവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ലോവിലിട്ട് കാണിക്കണേ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് തയ്ച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം സെൻറ്ററിലും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റ് ഫിനിഷാകും. തുടക്കക്കാരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് പാൻറ്റ് ശരിയാവണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇതുപോലത്തെ ഈസി ടിപ്സൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതധികം കാൽക്കുലേഷനോ കണക്കുകളോ ഒന്നുമില്ലാണ്ട് നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചത്. സെപ്പറേറ്റ് ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ്സ് ഒന്നുമില്ല. നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ തന്നെയാണ് ഈ പാൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ മുകളിലേക്കൊക്കെ ഒന്നും നമ്മൾ കയറ്റി കട്ട് ചെയ്യുകയൊന്നും ചെയ്തെടുക്കുന്നില്ല. ഇത് നിങ്ങൾ തയ്ച്ച് നോക്കണം. ക്രോച്ചൊന്നും പിടുത്തോ കയറിപ്പോകലോ അങ്ങനെ ഒന്നും വരില്ല. നിങ്ങൾ തയ്ച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് സെൻറ്ററിലും കൂടി ഒരു തയ്പ്പ് ഇട്ട് കൊടുക്കണം. കാരണം ഇലാസ്റ്റിക് തെന്നിപ്പോവാണ്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോഴൊക്കെ ഒരു കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാൻറ്റ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്ട്രെയിറ്റ് പാൻറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റ്സൊക്കെ ഇടണ പോലെ തന്നെ ഇരിക്കും. നല്ല ഫിനിഷിങ്ങോട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.